പക്ഷെ അനുമോദന ചടങ്ങിൽ കുട്ടികളെ അപമാനിച്ച KT ജലീൽ ന്യായീകരണ പോസ്റ്റുമായൊക്കെ രംഗത്തെത്തി രാവിലെ മാധ്യമങ്ങളെയൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ അധ്യാപകനായിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തെ ഏതെങ്കിലും രക്ഷിതാക്കളോ കുട്ടികളോ എനിക്കെതിരെ എന്തെങ്കിലും പരാതിയുമായി രംഗത്ത് വരികയോ അല്ലെങ്കിൽ കമന്റായി അത് ഇടുകയോ ചെയ്താൽ ഞാൻ മാപ്പ് പറയാം, അല്ലാത്ത പക്ഷം മാപ്പ് പറയേണ്ട കാര്യമില്ല. അവരും ഞാൻ ചെവിക്ക് പിടിച്ചപ്പോൾ അവരും അത് ചിരിച്ചുകൊണ്ടാണ് അവരും അതിന് നേരിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അദ്ദേഹം വലിയ എന്തോ കാര്യം ചെയ്തതുപോലെയൊക്കെയാണ് പറയുന്നത്. ബാലാവകാശ കമ്മീഷൻ അതിന് കേസൊക്കെ എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പരസ്യമായി കുട്ടികളെ അപമാനിക്കുന്ന ഒരു രീതിയായിരുന്നില്ലേ KT ജലീൽ സ്വീകരിച്ചത്? എന്താ സംശയമുള്ളത്? KT ജലീൽ എങ്ങനെ ന്യായീകരിക്കാനാ? KT ജലീൽ കുട്ടികളെ ചെവിക്ക് പിടിച്ചപ്പോൾ അവർ ചിരിക്കുക, അവർ വേറെന്ത് ചെയ്യാൻ പറ്റുമനെ? ആദരണീയനായി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നൊരു നേതാവ്, അവർക്ക് സമ്മാനം കൊടുക്കാനും അവരെക്കുറിച്ച് നല്ലത് പറയാനും അവർക്ക് നല്ല ഭാവി ആശംസിക്കാനും കൊണ്ടുവന്നൊരു നേതാവ് അവിടെ വന്ന് പരീക്ഷ നടത്തുക കുട്ടികളെ. അതിനാണോ അവനെ വിളിച്ചത്? ഇത് ഈ സംഘാടകരൊന്നും പറഞ്ഞല്ല, അവന്റെ പണിയാ. അവനൊന്ന് ആളാവാനും ഈ ഓവർ സ്മാർട്ട് ആവുക എന്ന് പറയില്ലേ, നേരത്തെ ഇന്നലെ ഏഷ്യാനെറ്റുകാർ പറയുന്നത് കേട്ടു. സ്മാർട്ട് ആവുന്നത് കൊള്ളാം, ഓവർ സ്മാർട്ട് ആവാൻ പാടില്ല. സത്യമല്ലേ അത്? അവിടെ വന്നിട്ട് ഇയാള് സത്യത്തിൽ എന്തിനാണ് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുന്നത്? കുട്ടികൾക്ക് ഓർക്കാൻ തക്ക ഒരു പബ്ലിക് ഫിഗറിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങും, അതിന്റെ ഒരു പടം സൂക്ഷിക്കാനൊക്കെയാണ്. അതിന് പകരം ഇവൻ അവിടെ വന്ന് കടലാസ് എടുത്തിട്ട് കുട്ടികളെ പരീക്ഷിക്കുക, കുട്ടികൾക്ക് കേട്ടെഴുത്ത് കൊടുക്കുക, കുട്ടികളുടെ പേരെഴുതാൻ അറിയോ, അഡ്രസ്സ് എഴുതാൻ അറിയോ, അത് നോക്കാൻ ഇവനെ ഹെഡ്മാഷായിട്ട് വിളിച്ചാണ് അവിടെ ഇവനെ. അല്ലെങ്കിൽ സൂപ്പർ പരീക്ഷ നടത്താനോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു സൂപ്പർ പരീക്ഷ നടത്തിയിട്ട് വലിയ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് ഇവന്റെ വക ക്യാഷ് അവാർഡ് കൊടുക്കാനാ? സത്യത്തിൽ ഈ ചെയ്ത് മുഴുവൻ മണ്ടത്തര, ചരിത്രപരമായ മണ്ടത്തരല്ലേ. ഇനി ഇവൻ ഇത് ചെയ്യാൻ ഒന്ന് ഒരു പരിപാടിയിൽ സത്യത്തിൽ ആ പരിപാടിയുടെ ഔചിത്യത്തിന് നിരക്കുന്നതേ അല്ല അവൻ ചെയ്ത പണി. അവൻ അവിടെ ചെന്നിട്ട് സൂപ്പർ ഹെഡ് മാസ്റ്ററായിട്ട് പാരൻസ് ഒക്കെ ഒന്ന് പുറകോട്ടിരിക്കും, കുട്ടികളൊക്കെ ഒന്ന് മുമ്പോട്ടിരിക്കും, ഞാൻ അവരോട് ചില ചോദ്യം ചോദിക്കാൻ. KT ജലീൽ നടത്താൻ പോകുന്ന പരീക്ഷക്കാണ് അവിടെ കുട്ടികളായിട്ട് രക്ഷിതാക്കൾ വന്നത്. അവർ ജീവിതകാലം മുഴുവൻ രാവും പകലും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ആ കുട്ടികൾ നേടിയ ഫുൾ A+ ഒക്കെ വലിയ അംഗീകാരം ഉണ്ടാവുമല്ലോ. ആ കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് കാണാനാ, അതിൻ്റെ ഒരു സ്നാപ്പ് പടമെടുക്കാനാ, ഇവന്റെ വിവരം വിളമ്പാനാണ്, ഇവന്റെ അറിവ് തെളിയിക്കാനാണോ അത്? ഒന്ന് ആ പരിപാടിയോട് കാണിച്ചാണ് ഔചിത്യം. അവനെ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ആ പരിപാടിയുടെ സംഘാടകരാ. ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു 5 വാർഡുകളിൽ 2, 3, 4 വാർഡുകളിലെ വിജയികളായ കുട്ടികളെ ഒരുമിച്ച് ആദരിക്കുന്ന ഒരു വലിയ പരിപാടി വെച്ചതാ. ആ പരിപാടിയുടെ സംഘാടകരുടെ ലക്ഷ്യത്തെ അവൻ മട്ടിമറിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവൻ എന്തർഹത വെച്ചിട്ടാണ് ഈ കുട്ടികളോട് അനൗചിത്യം കാണിച്ചു എന്താ ഇനിയിപ്പോൾ ഓർക്കുക? ഇത് മുഴുവൻ വിഷ്വൽ മീഡിയയിൽ വന്നു. ചരിത്രമുള്ള കാലത്തോളം ആ കുട്ടികളെ ലോകം ഇങ്ങനെയല്ലേ വിലയിരുത്തുക? മാത്രമല്ല അവൻ ചോദ്യം ചെയ്യുന്ന ആരെയൊക്കെയാണ്? ഇവർക്ക് വലിയ വിജയം നേടിക്കൊടുത്ത പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആണല്ലോ കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് ആണല്ലോ മാനദണ്ഡം. ആ കുട്ടികളെ അവിടെ വെച്ച് ചോദ്യം ചെയ്തിട്ട് പേരെഴുതാൻ പോലും അറിയാത്ത കുട്ടികളാണ് എന്ന് തെളിയിച്ചാൽ ഇവൻ എന്താ തെളിയിക്കുന്നത്? ആ കുട്ടികളുടെ വിജയം ഫേക്കാണെന്നല്ലേ? ഈ കുട്ടികളൊന്നും ഈ വിജയം അർഹിക്കുന്നവരല്ല, നിങ്ങളൊന്നും എൻ്റെ മുമ്പിൽ നിന്ന് സമ്മാനം വാങ്ങാനുള്ള യോഗ്യതയുള്ളവരല്ല എന്ന് തെളിയിക്കാനല്ലേ അവൻ തെളിയിച്ചത്? ഇങ്ങനെയുണ്ടോ ഒരു ലക്ഷ്യത്തിന്റെ മൊത്തം ആ കുട്ടികളെ അവമാനിക്കല്ലേ? ജീവിതത്തിൽ അംഗീകാരം കിട്ടി, എന്തിനാണ് കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്? ഒരു ജനത, ഒരു സമൂഹം ഒരു പരീക്ഷയിൽ ജയിച്ച കുട്ടിയെ എൻ്റെ മോനായാലും നിന്റെ മോനായാലും ആദരിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവന് കൂടുതൽ ഉന്നത വിജയം നേടാനുള്ള പ്രോത്സാഹനമല്ലേ കൊടുക്കേണ്ടത്? അതിന് പകരം അവന്റെ ആത്മവിശ്വാസത്തെ തന്നെ അവന്റെ മുറയിൽ മുഴുവൻ തകർക്കുന്ന നിലപാടാണോ? ഒരു തരത്തിലും KT ജലീലിനെ ന്യായീകരിക്കാൻ കഴിയില്ല. KT ജലീലിനെ രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവും നമുക്ക്, പക്ഷെ ഇതിന് ന്യായീകരിക്കാനാവില്ല. അത് നമ്മുടെ മക്കളോട് ചെയ്യുന്ന, നമ്മുടെ കാലത്തോട് നമ്മളൊക്കെ ജീവിക്കുന്ന നാടിനോടും ചെയ്യുന്ന വലിയ അക്രമമാണ്. ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവൻ അവിടെ നിന്ന് ആർജവമുള്ള പുതിയ മക്കൾ ആരെങ്കിലും നിന്നിട്ട് സാർ അങ്ങനെ ഞെളിഞ്ഞു പോകണ്ട, ഞങ്ങളൊക്കെ മോശക്കാരും ഞങ്ങളൊക്കെ വിവരമില്ലാത്തവരുമാണ് എന്ന് പറഞ്ഞിട്ട് സാർ അങ്ങനെ പോകാൻ വരട്ടെ, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു 10 വാക്ക് ഡിക്റ്റേഷൻ തരട്ടെ, കടലാസ് എടുത്തോ സാർ എഴുത് എന്ന് പറഞ്ഞിട്ട് 10 മലയാള വാക്കും 10 ഇംഗ്ലീഷ് വാക്കും അവനോട് എഴുതാൻ പറയട്ടെ, ഞാൻ ഉറപ്പ് പറയുന്നു ഞാനും ധന്യൊക്കെ ആയാലും അത് തന്നെ സംഭവിക്കുക. അക്ഷരത്തെറ്റ് വരുത്താത്തവരാ, വേറൊന്നും വേണ്ട. KT ജലീലിനോട് ഞാൻ ഒരു ചലഞ്ച് കൂടി പറയാം. മലയാളത്തിലെ മുഴുവൻ അക്ഷരങ്ങൾ തെറ്റുകൂടാതെ ക്രമത്തിൽ പറയാനെന്ന് പറഞ്ഞു നോക്കൂ. പറയാൻ പറ്റില്ല. അവന് വിവരമുള്ളവനല്ല കുട്ടികൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുക. മിനിമം ഒരു ചോദ്യം, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ 4 വട്ടം ആലോചിക്കണം. എന്ത്? നീ തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂല്ലേ? ആലോചിക്കണ്ടേ? അങ്ങനെ ഇല്ലാത്തവൻ എന്ത് നേതൃഗുണമുള്ളത്, എന്ത് ക്വാളിറ്റി ഉള്ളത്? 2, ഇപ്പൊ ഞാൻ തിരിച്ചു, ഉറപ്പാണ് എനിക്ക് അവന് എഴുതാൻ കഴിയില്ല. അവന് സാധാരണ ഇവൻ പറയുന്ന അധ്യാപകനാണ്. ഇവൻ എവിടുത്തെ അധ്യാപകനാണ്? ഇവൻ ഈ പൊതുവിദ്യാലയത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള
അധ്യാപകനായിരുന്നു അവൻ? നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് കെ ടി ജലീൽ എന്ന അധ്യാപകൻ എന്തെങ്കിലും അറിഞ്ഞു? കെ ടി ജലീൽ എവിടുത്തെ അധ്യാപകനായിരുന്നു? സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സ്കൂൾ പഠിപ്പിച്ച അമേരിക്കയിലൊക്കെ, ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, സ്കൂളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയുമായിട്ടില്ല, ഉണ്ടോ? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയായ കഥ എന്താ? ഇവന് പാർട്ടി കൊടുത്ത ഏറ്റവും വലിയ പദവിയായിരുന്നു. കേരളത്തിൽ ഏതു മന്ത്രിയും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ആ വകുപ്പിന്റെ മന്ത്രിയാണ് ആദ്യം CPM കൊടുത്തത്. കേരളത്തിലെ CPM വലിയ വലിയ ആളുകൾ, പാലോളി മുഹമ്മദ് കുട്ടിയൊക്കെ കൈകാര്യം ചെയ്ത വകുപ്പാണ്. കേരളത്തില് MK മുനീറിനെ പോലുള്ളവർ കൈകാര്യം ചെയ്ത വകുപ്പാണ്. അങ്ങനെയുള്ള ഒരു വകുപ്പ് ആദ്യമായിട്ട് കൊടുത്തിട്ട് ഒരു കൊല്ലം തികച്ചില്ലല്ലോ. എന്താ അതിന്റെ അർത്ഥം? ആ പണിക്ക് കൊള്ളൂലാന്ന് തെളിയിച്ചു. സ്വന്തം പാർട്ടി ആ വകുപ്പെടുത്ത് മാറ്റി പരാതികളുടെ പൂരം കൊണ്ട് ഇയാൾക്ക് ഒരു വകക്ക് വിവരമില്ല എന്ന് പറഞ്ഞിട്ട് CPM എന്ന പാർട്ടി എടുത്തു മാറ്റിയത് ആ വകുപ്പിന്ന്. അവസാനം ഇവനെ നിർത്തണമല്ലോ, പിണറായി വിജയന്റെ ആളുമാണ്. അപ്പോ എങ്ങനെയെങ്കിലും നിർത്താൻ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഉന്നത വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വകുപ്പ്, നമ്മുടെ രവീന്ദ്രനാഥ് സാർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിട്ട് മുറിച്ചു. അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇവനെ മന്ത്രിയാക്കി. അന്നുണ്ടായതായി ഉന്നത വിദ്യാഭ്യാസം. അങ്ങനെ വകുപ്പ് ആവശ്യമില്ല കേരളത്തിൽ. ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വകുപ്പ് മതി. പിന്നെ അന്ന് മുതൽ കീഴ്വഴക്കായപ്പോൾ ഇപ്പോൾ 2 വകുപ്പായിട്ട് പോവാണ്. ഇനി അത് അങ്ങനെ ആണെങ്കിൽ കെ ടി ജലീൽ എന്താ ചെയ്യേണ്ടത്? സ്കൂളിൽ എന്താണ് നടക്കുന്നത് എന്ന് വീട്ടിലെങ്കിലും ചോദിക്കണം. വീട്ടിൽ ടീച്ചർ ഉണ്ട്, വൈഫ്, അവർ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാ. അവരോടെങ്കിലും ഒന്ന് ചോദിക്കണം, എന്താടി കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്? ഇവന് കേരളത്തിലെ സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് ഞാൻ പറയും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവൻ കുട്ടികൾക്ക് അക്ഷരം അറിയുമെന്നാണ് നോക്കണത്. ഏതായി കുട്ടികൾ? കഴിഞ്ഞ 15-20 കൊല്ലമായിട്ട് കേരളത്തിൽ പരിഷ്കാരം വന്നിരുന്നു, DPP പരിഷ്കാരം. അക്ഷരം പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചത്. കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല, അക്ഷരം പഠിപ്പിക്കൂല, ആശയവിനിമയം പഠിപ്പിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ സംസാരിച്ച് പഠിക്കുക. വോക്കൽ അങ്ങനെ ഉണ്ടല്ലോ, വോക്കലായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. സ്പോക്കൺ ആശയവിനിമയം നന്നായിട്ട് ഗംഭീരമായിട്ട് ചൊല്ലാനും പറയാനും എഴുതാനും ഒക്കെ പഠിപ്പിക്കുക. പക്ഷേ പരീക്ഷയ്ക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അക്ഷരത്തെറ്റുകൾക്ക് മാർക്ക് കുറക്കരുത്. ആ കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത ചോദ്യം മനസ്സിലായോ എന്ന് നോക്കുക. അതിന് അവൻ ഉത്തരം പറയാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായോ? അതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചിട്ട് മാർക്ക് കുറക്കാനല്ല, ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് പരീക്ഷാ പേപ്പർ കൊടുക്കുമ്പോൾ മോനെ ഈ വാക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ലേ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം? എന്നിട്ട് അവനോടാ ആ കുട്ടികൾ, ആ സിസ്റ്റം പഠിച്ചു വന്ന കുട്ടികളല്ലേ ഇപ്പൊ +2 എത്തിയിട്ടുണ്ടാവുക, അവരോടാണ് ഇവൻ അക്ഷരത്തെറ്റ് തിരുത്താൻ പറയുന്നത്. ഇവൻ എവിടുത്തെ അധ്യാപകൻ? കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട് 10 കൊല്ലം, 10-12 കൊല്ലം എന്നാവും പറയുന്നത്. കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കഥ ഞാൻ പറയാം. അപ്പൊ ഇവൻ സ്കൂളിൽ എന്താ നടക്കുന്നതെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോഴാണ് തിരിച്ച് അക്ഷരമാല വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങിയത്. എവിടെ? 1ാം ക്ലാസ്സിൽ. അപ്പോഴേക്ക് ഈ കുട്ടി 12 കഴിഞ്ഞില്ലേ? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഇവന്റെ നേതൃത്വത്തിൽ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? ഈ സർട്ടിഫിക്കറ്റുമായി വന്ന കുട്ടിക്ക് അക്ഷരം അറിയില്ലെങ്കിൽ ആരാ ഉത്തരവാദി? ഇവനൊക്കെ നയിച്ച പാർട്ടിയും ആ മുന്നണിയും നയിച്ച ഗവൺമെന്റ് അല്ലേ, സിസ്റ്റം അല്ലേ ഉത്തരവാദി? അവരുടെ അല്ലേ ചെവിക്ക് പിടിക്കേണ്ടത്? ബിന്ദുവിന്റെ ചെവിക്ക് പിടിക്കുമോ ഇവൻ? ശിവൻകുട്ടിയുടെ ചെവിക്ക് പിടിക്കുമോ? എന്നിട്ട് ചിരിച്ചു അത്ര കുട്ടികൾ. പൊതുവേദിയിൽ വെച്ച് കുട്ടികളെ ആക്ഷേപിച്ചപ്പോഴേ നമ്മളാരും ആ കുട്ടികൾ ചിരിച്ചത് കണ്ടിട്ടില്ല. ഒന്ന്, ഇനി ഇവൻ അധ്യാപകനായിരുന്നു, കോളേജ് അധ്യാപകൻ. എങ്ങനെ കോളേജ് അധ്യാപകനായത്? ഈ കുട്ടി, ഞാൻ കോളേജ് അധ്യാപകനായി, എന്റെ മാതൃകയിൽ നിങ്ങൾ വരൂ എന്ന് പറയുമോ കുട്ടികളോട്? ഇവൻ വരാൻ കഴിയുമോ കുട്ടികൾക്ക്? ഇവൻ എങ്ങനെ കോളേജ് അധ്യാപകനായത്? രാഷ്ട്രീയ ചരിത്രം അറിഞ്ഞൂടെ? അധ്യാപകനായത് എങ്ങനെയാണെന്ന് അറിയാം. എവിടുത്തെ അധ്യാപകൻ? കേരളത്തിലെ സർക്കാർ കോളേജിലെ അധ്യാപകനായിരുന്നു. സർക്കാർ കോളേജിലോ ഒരു എയ്ഡഡ് കോളേജിലോ അധ്യാപകനാകണമെങ്കിൽ എന്തൊക്കെ കടമ്പ കിടക്കണം? ഈ കുട്ടികൾ +2 കഴിഞ്ഞാൽ പോരാ, ഡിഗ്രി കഴിയണം, പിന്നെ PG കഴിയണം. നെറ്റ് എന്ന് പറയുന്നൊരു മത്സര പരീക്ഷ ഉണ്ട്, എളുപ്പമല്ല അത് കടക്കാൻ, ആ കടമ്പ കടക്കാൻ. നെറ്റ് പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ പരീക്ഷ എഴുതണം. എവിടുത്തെ? അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. എന്നിട്ട് ലിസ്റ്റിൽ വരണം, റാങ്ക് ലിസ്റ്റ് വരണം, ഷോർട്ട് ലിസ്റ്റ് വരണം, ഇന്റർവ്യൂ നടത്തണം, ഫൈനൽ ലിസ്റ്റിൽ വരണം. ഇവൻ ജീവിതത്തിൽ ഒരു മത്സര പരീക്ഷ എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ അവനോട്. ഈ കുട്ടികൾ ചോദ്യം ചെയ്യണവനെ, ഏത് മത്സര പരീക്ഷയാണോ താൻ എഴുതിയിട്ടുള്ളത്? എന്ത് യോഗ്യതയാണോ തനിക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ളതെന്ന് ചോദിക്കണ്ടേ? എളുപ്പമല്ല. ഇവൻ ലെക്ചറായത് എങ്ങനെ? ഇവൻ എങ്ങനെയാണ് അധ്യാപകൻ, കോളേജ് അധ്യാപകനായത്? കാലുമാറ്റം എന്നാണ് അതിന് പേര്. ഇവൻ സിമിയുടെ നേതാവായിരുന്നപ്പോൾ ലീഗിലേക്ക് മാറി, MSFലേക്ക് മാറിയപ്പോൾ അതിന്റെ പാരിതോഷികമായിട്ട് ലീഗ് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു കോളേജിൽ ജോലി കൊടുത്തു. അതാണോ കുട്ടികൾക്ക് കൊടുക്കേണ്ട മാതൃക? മക്കളെ, നിങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കണം,
എവിടെയാണോ ജോലി കിട്ടുക അപ്പം കാല് മാറണം എന്നാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അതാണ് ഒരു മാതൃക. പോട്ടെ, ഇവന് അവിടെ എങ്ങനെ അതിഥിയായിട്ട് എത്തിയത്? ഇവൻ കേരളത്തിൽ 3 തവണ MLA ആയിരുന്നു അല്ലേ, ഒരു തവണ മന്ത്രിയുമായി. അതാണല്ലോ യോഗ്യത. അതിനെന്താ വേണ്ടത്? ഒന്ന്, ഒരു പാർട്ടിയിൽ നിന്ന് കലഹം ഉണ്ടാക്കി മറ്റേ പാർട്ടിയിലേക്ക് പോകണം. രണ്ടാമത്തെ കാര്യം, അതാണോ മാതൃക? ഈ കുട്ടികൾക്ക് ഇവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതൃക? രണ്ടാമത്തെ മാതൃക, ഓരോ പാർട്ടിയിലും ഇവൻ ഓരോരോ ഗോഡ് ഫാദർമാരെ സേവിച്ചുകൊണ്ടിരിക്കണം. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, KT ജലീൽ തന്നെ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുസ്ലിം ലീഗിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു, കൊരമ്പയിൽ അഹമ്മദാജി, അതുകൊണ്ട് ഞാൻ ലീഗിൽ പച്ച പിടിച്ചു. പിന്നെ ഞാൻ ഉടനെ CPM-ലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു ഗോഡ് ഫാദറിനെ സേവിക്കാൻ തുടങ്ങി. അത് പിണറായി വിജയനെ. പിണറായി വിജയനും കൈവിട്ടപ്പോൾ എന്താ സ്ഥിതി? പിണറായി വിജയനെ ജനങ്ങൾ കൈവിട്ടപ്പോൾ ഇവൻ അതിൻ്റെ മുമ്പേ കൈവിട്ടു. തവനൂർ മണ്ഡലമൊക്കെ ആന കുത്തിയാൽ മറിയാത്ത ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ്. ആ സീറ്റിൽ ഇത്തവണ തോറ്റു എന്ന് മാത്രമല്ല, ഇത്തവണ UDF-ന് അനുകൂലമായ കാറ്റുണ്ടായി. കഴിഞ്ഞ തവണ എങ്ങനെയാണ് തോറ്റത്? കഴിഞ്ഞ തവണ തോറ്റില്ലല്ലോ, കഷ്ടിച്ചല്ലേ ജയിച്ചുള്ളൂ. 25,000-30,000 വോട്ടിന് ജയിക്കാവുന്ന ഒരു മണ്ഡലത്തിലാണ് കഷ്ടിച്ച് 1,500 വോട്ടിന് കഴിഞ്ഞ തവണ ഇവൻ ജയിച്ചതല്ല, തോറ്റതിന് തുല്യ. അപ്പോൾ ഈ അവസ്ഥയൊക്കെയാണോ, ഇതൊക്കെയാണോ ഇവൻ്റെ മാതൃക? ഇവനാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇതൊക്കെയാണ് സ്ഥിതി. ഞാൻ പറഞ്ഞത്, പിന്നെ ഇവന് കൂട്ടത്തിലുള്ള ഒരു അംഗീകാരം കൂടി പറയണമല്ലോ. ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്, നമുക്കൊന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇത് സഹിക്കാൻ വയ്യ, നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ. ഇവന് ഡോക്ടറേറ്റ് ഉണ്ട്, ധന്യക്ക് അറിയില്ലല്ലോ. ഇവന് മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഒരു തിസീസ് എഴുതി ഡോക്ടറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കഥ ബഹുരസമാണ്. ഒന്ന്, ആ തിസീസ് പുസ്തകമായിട്ടുണ്ട് മലയാളത്തിൽ. ആ പുസ്തകം പ്രകാശനം ചെയ്തത് മമ്മൂട്ടിയാണ്. പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിച്ച് മമ്മൂട്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത. ഞാൻ ആ പുസ്തകം അന്ന് തന്നെ വായിച്ചു നോക്കി. എനിക്ക് ജീവിതത്തിൽ എൻ്റെ ആയുസ് കളഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. കാരണം എന്താണെന്നറിയോ, മലബാർ കലാപത്തെക്കുറിച്ച് ലഭ്യമായ, ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമായ 10-25 പുസ്തകങ്ങളെങ്കിലും ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. സ്വന്തമായി ഒന്നുമില്ലാത്ത ചവറ് എങ്ങനെയാണോ ഒരു ചരിത്ര പുസ്തകമാകുന്നത്, അതാണ് ഈ പുസ്തകത്തിൻ്റെ സ്ഥിതി. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചൊരു പ്രൊഫസറെ എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്താ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഇംഗ്ലീഷിലൊരു വാചകം പോലും തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്ത ഇവൻ എങ്ങനെയാണ് ഡോക്ടറേറ്റ് കൊടുത്തത് മാഷേന്നാ. എന്നിട്ട് അവനാണ് ഈ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ വൃത്തിയായിട്ട് ഈ മാതിരി ഏർപ്പാടിന് എന്താ പറയേണ്ടത്? കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുകയല്ല വേണ്ടത്. കുട്ടികളെ ഇവൻ ചെവിക്ക് പിടിച്ചിട്ടല്ലേ ഉള്ളൂ. കുട്ടികളെ ഈ പണ്ട് മാഷന്മാർ വലിച്ചെറിഞ്ഞ ചൂരലുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇവനെ വളഞ്ഞു വെച്ചടിക്കണം. അത് വേണ്ടത്. ആ തരത്തിലുള്ള ഏർപ്പാടാണ്. ഇവൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യം അറിയാവോ, കുട്ടികളെ തൊടാൻ പാടില്ല സ്കൂളിൽ. ഇവൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി നോക്കിയിട്ടുണ്ടോ? ഉദ്ഘാടനം ചെയ്യാനെങ്കിലും പോയിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളൊക്കെ പഠിപ്പിച്ച എല്ലാ സ്കൂളിൻ്റെയും ചുമരിൽ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ് റൂമിൻ്റെയും പുറത്ത് 1098 പോയി നോക്ക്. നിന്റെ മക്കൾ പഠിച്ച സ്കൂളിലൊക്കെ ഇപ്പോൾ പോയി നോക്കി അറിയാം. ഓഫീസിൻ്റെ പുറത്തൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. ചൈൽഡ് ലൈൻ നമ്പറാണ് 1098. ഒരു കുട്ടിയെ ഒന്ന് നോക്കിയെങ്കിലും ഒരു അധ്യാപകൻ പഠിപ്പിച്ചാൽ, അമ്മ പഠിപ്പിച്ചാലും കിട്ടും കേട്ടോ. ആരും കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. കൈകൊണ്ട് ഇവൻ ചെവിക്കാനുള്ള നുള്ളിയത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച്. ചെവിക്കുന്നല്ല, കുട്ടികളെ തൊട്ട് ഉപദ്രവിക്കാനേ പാടില്ല, വടി കൊണ്ടടിക്കാൻ പാടില്ല. നമ്മൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ടല്ല, പുതിയ കാലം. എന്താണെന്നറിയോ, പുതിയ കാലത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അധ്യാപകനായിരുന്ന എൻ്റേതല്ല, എൻ്റെ ഹെഡ് മാസ്റ്ററേതുമല്ല, മാനേജർമാരുടേതല്ല. ഒരു കാരണവശാൽ ഇവൻ്റെ ഈ തട്ടിപ്പ് മാപ്പുണ്ടല്ലോ, ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ ചെയ്തിട്ട് ഇപ്പം ഞാൻ മാപ്പ് പറയുന്നു, ഞാൻ അവരെ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്ത്? 100 കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ വെച്ച്, എൻ്റെയും നിൻ്റെയും മക്കളാണെങ്കിൽ നമ്മളാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. അത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച്, എടാ പൊട്ടാ, നിനക്ക് അക്ഷരം അറിയില്ലല്ലേ, നീ ആ വലിയ സമ്മാനം വാങ്ങാൻ വന്നത് എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ആ കുട്ടി ഉള്ള കാലത്ത് മറക്കുമോ? നമ്മളെ കുട്ടികളെ ശരിക്കും കുട്ടികളുടെ കയ്യിൽ വടി കൊടുത്തിട്ട് വളഞ്ഞിട്ട് തല്ലണം അവരൊക്കെ. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ.